തേപ്പ് കിട്ടുക എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അതായത് ലവ് റിലേഷൻ ഉണ്ടാവുന്നു, അത് ബ്രേക്ക് ആവുന്നു, വേറൊരാൾ കല്യാണത്തിന് പോകുന്നു, വേറൊരാൾ ഇവിടെ സ്റ്റക്ക് ആവുന്നു. ആ രീതിയിലാണ്. ഏതെങ്കിലും ഒരാൾ സ്റ്റക്ക് ആവും, ഒരാൾ മൂവ് ഓൺ ആവും. അത് കൂടുതലായിട്ടും കാണുന്നത് സ്ത്രീകൾ അത് മൂവ് ഓൺ ആയിട്ട് നെക്സ്റ്റ് ലൈഫിലേക്ക് പോവും. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റക്ഡ് ആയിരിക്കും ആ ഒരു കാര്യത്തിൽ. ഇനി എങ്ങനെ മുന്നോട്ടേക്ക് ലൈഫ് പോകുന്നു പോലും അറിയാതെ, സ്വന്തം പാറ്റേൺ പോലും മാറി, ജോലിക്കും പോകാൻ പറ്റാതെ, വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതെ, അവരുടെ ഒരു ഫിസിക്കൽ രൂപത്തിൽ തന്നെ അത് കാണാനുണ്ടാവും അവർ ഭയങ്കര ഡൗൺ ആണ് എന്നുള്ളത്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല രീതിയിൽ മൂവ് ഓൺ ആയി പോവുകയും ചെയ്യും. ഇതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളൊരു അറ്റ് ദ എൻഡ് വരെ ആ റിലേഷനിലുള്ള സമയത്ത് അവർ ട്രൈ ചെയ്തിട്ടുണ്ടാവും ഇതിൽ എന്തൊക്കെ വർക്ക് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും ഇവരിനി ഇത് നടക്കൂല എന്ന് വെച്ചിട്ടിട്ട് പോകുന്നു. അപ്പോഴത്തേക്ക് അവർ ആ ഒരു മൊമെൻ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ ഇതിലെത്തുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അവർക്ക് പിന്നെ മൂവ് ഓൺ ആവാനൊന്നുമില്ല. മൂവ് ഓൺ ആയതിനു ശേഷമായിരിക്കും ഇവർ ബ്രേക്കപ്പ് ആവുന്നത്. പക്ഷെ ആണുങ്ങൾ അത്രയും കാലം ആ റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ടാവും, ഇവൾ എൻ്റെ അടുത്തുനിന്ന് പോകാൻ നിൽക്കുകയാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സഡൻ ഇയാൾ ഓക്കെ ഞാൻ പോവാണ്, എനിക്കിനി വയ്യ എന്ന് പറയുമ്പോഴാണ് ഇവർ ഇപ്പം എന്താ സംഭവിച്ചേ എന്നുള്ള ആകെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് പോലും ഇവർക്ക് മനസ്സിലാവാത്തൊരവസ്ഥയിലാവുന്നുണ്ട്. സോ ഇങ്ങനെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് പുരുഷന്മാരാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ആണുങ്ങൾ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു റിയലൈസേഷൻ വരും, ഓക്കെ ഇന്ന മിസ്റ്റേക്കുകൾ വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. മറ്റത് എന്ത് സംഭവിച്ചു, എന്താണ് ആയതെന്ന് പോലും അറിയാത്ത ഒരു ബ്ലാങ്ക് അവസ്ഥയിലാണ് അവർ കുറേ കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വയം ഒരു ക്ലാരിറ്റി കൊടുക്കുക, എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, സ്വയം ക്ലാരിറ്റി കിട്ടിയാൽ തന്നെ ആ മൂവ് ഓൺ ആവാനുള്ള ടൈം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് തേച്ചിട്ട് പോകുന്ന പെൺകുട്ടികളാണെങ്കിലും ഈ എന്താണ് ഇവരെ ബ്രേക്കപ്പിനുള്ള ഒരു കാരണം എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ പറയാതെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഒന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് പിരിഞ്ഞു പോവുക. അങ്ങനെയാകുമ്പോൾ രണ്ടുപേർക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്താണ് ഈ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്.